ഒരു പക്ഷേ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങളെ ക്രിസ്മസ് എക്സാം ഈസി ആയാനെ. ബയോളജി എക്സാമിന് പോകുന്നതിന് മുൻപെങ്കിലും ഈ 5 പോയിന്റ്സ് തീർച്ചയായും നിങ്ങൾ ഉറപ്പുവരുത്തും. ഫസ്റ്റ് ടൈമിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 20% വെയിറ്റേജ് ആണെങ്കിൽ വെൽക്കം ബാക്ക് ടു ഈഗൾ ലേണിംഗ്. സോ ക്രിസ്മസ് എക്സാമിന്റെ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മളെ കമന്റ് ബോക്സ് നോക്കുക. നമ്മളെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ഈഗളിന്റെ കുട്ടികൾ എക്സാം അറ്റൻഡ് ചെയ്തത് അല്ലേ? യെസ്, പല കുട്ടികൾക്കും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ടഫ് ആയിരുന്നു. മക്കളെ, ആർക്കാണ് ടഫ് ആയത്? പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഈസി ആയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇനിയുള്ള ബയോളജി എക്സാമിന് പോകുന്നതിന് മുൻപെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞു. അതെ, എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയ കുട്ടികൾക്കാണ് എക്സാം വളരെയധികം ടഫ് ആയത്. അതായത് നിങ്ങൾ NCERT ആണ് ഫോക്കസ് ചെയ്തതെങ്കിൽ ഒരിക്കലും എക്സാം ഉണ്ടാവില്ല, ടഫ് ആവില്ല. റെഡി അല്ലേ? അത് തന്നെയാണ് ഈ വർഷത്തെ എല്ലാ എക്സാമുകളും NCERT ഓറിയന്റഡ് ആണ്. അപ്പൊ ഇനി എങ്ങനെ പഠിക്കാം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ പോയിന്റ് പറയാണ്. NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പുസ്തകം തുറന്നു നോക്കിയാൽ ഇങ്ങനെ ഒരു കാര്യം കാണാൻ, ഇവിടെ നോക്കിക്കോ. എക്സാമ്പിൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ ഓരോ ചാപ്റ്ററിലും എന്തുണ്ട്? എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ 19ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താന്ന് ഇത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് ടെട്രാ കാർബണൈൽ നിക്കൽ. നിങ്ങളുടെ എക്സാമ്പിളിലുള്ള അതേ കോമ്പൗണ്ട് പേര് പോലും മാറിയിട്ടില്ല അല്ലെ? റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അതേപോലെ ഇത് മൂന്നും, ഈ 3 കോമ്പൗണ്ട് ഇവിടെ ഉണ്ട്. പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോക്സോ ടെട്രാ അമീൻ അക്വ ക്ലോറിഡോ 3 ക്വസ്റ്റ്യനും അതേപോലെ കോമ്പൗണ്ടിന്റെ പേര് പോലും മാറ്റിയിട്ടില്ല അല്ലെ? അതായത് 9.2 എക്സാമ്പിൾ 9.2 പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ അതേ ചാപ്റ്ററിൽ നിന്നാത്തി 18ാമത്തെ ക്വസ്റ്റ്യൻ കോമ്പൗണ്ടിന്റെ പേര് പോലും മാറിയിട്ടില്ല. FeNH3 twice. നോർമലി കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുന്ന സമയത്ത് ഒക്ടൈഡൽ കോംപ്ലക്സിന്റെ ഐസോമേഴ്സ് ഒന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാറില്ല, സ്ഥിരമായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ വർഷം അവര് ഹൈലൈറ്റ് ചെയ്തു. അതേപോലെ ഹാലോ ആൽക്കെയിൻ നോക്കുക മക്കളെ. എക്സാമ്പിൾ 6.5 സൊല്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ അതായത് ഇത് ഒരുപാട് എക്സാമ്പിൾസ് ആണ്, വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഓരോന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എത്ര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സൊല്യൂഷനിലെ ന്യൂമറിക്കല് നമ്പർ പോലും മാറാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലെ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുക. അപ്പൊ അതിന്റെ സൊല്യൂഷനും ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷനും NCERT അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പൊ NCERT എക്സാമ്പിൾസ് നിർബന്ധമായും പഠിക്കുക. അടുത്ത രണ്ടാമത്തേത് സബ് ടോപ്പിക്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കോർഡിനേഷൻ. നമ്മൾ കെമിസ്ട്രി വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പല കുട്ടികളും വിട്ടുപോയിട്ടുണ്ടാവും. ഡബിൾ സാൾട്ട് ആൻഡ് കോർഡിനേഷൻ കോംപ്ലക്സും ഡബിൾ സാൾട്ടും തമ്മിലുള്ള വ്യത്യാസം ഇൻട്രോ പാർട്ട് മാത്രമാണ്. ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്തുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുന്നതിന് അത് സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല. അത് അവർ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് കോംപ്ലക്സ്. NCERT സബ് ടോപ്പിക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെറ്റൽ കാർബണൈൽസിന്റെ ബോണ്ടിങ്, ഇതാ സബ് ടോപ്പിക്കിന്റെ ഹെഡിങ് തന്നെ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ സബ് ടോപ്പിക്ക് പോലും നിങ്ങൾ വിട്ട് കളയരുത്. അതായത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം അവർ ഹൈലൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാ സബ് ടോപ്പിക്കുകളിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 പോയിന്റെങ്കിലും പഠിക്കുക. ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് 1 മാർക്കിന് ചോദിച്ചാൽ അപ്പൊ എല്ലാ സബ് ടോപ്പിക്കിന്നും അറ്റ്ലീസ്റ്റ് 2 പോയിന്റെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവര് വിചാരിക്കും NCERT പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചെടുക്കാന്നല്ല. സബ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ PYQ മാത്രം നോക്കാതെ ഓരോ ടോപ്പിക്കും ഓരോ സബ് ടോപ്പിക്കും നോക്കുക. അടുത്തത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. NCERT ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാത്തി. ഇതാ ഇൻടെക്സ്റ്റിലെ ആൽഡിഹൈഡ്സ് അല്ല ആൽക്കഹോൾസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് നെറ്റിൽ നിന്നും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ തന്നെ NCERT ഓറിയന്റ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി. NCERT ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ വിത്ത് കെമിക്കൽ ഇക്വേഷൻ. ക്വസ്റ്റ്യനിൽ ഒരു മാറ്റവും ഇല്ല, റിയാക്ഷൻസിൽ ഒരു മാറ്റവും ഇല്ല. സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ
ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ NCERT ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാതെ നിങ്ങൾ പോരുത്. ലാസ്റ്റ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഏത് രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്? NCERT ഏറ്റവും എൻഡിൽ കിടക്കുന്നതാണ് എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസും അതേപടി ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 1 മാർക്കിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ട് എന്ന് കുട്ടികൾ കരുതുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിലായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് എന്ത് ചെയ്യാം. D&F ഒരു ക്വസ്റ്റ്യൻ നോക്കാത്തി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിനുള്ളിലുള്ള ഒരു ഭാഗമാണ്. ആ ഒരു പോയിന്റ് ചിലപ്പോൾ പല ആളുകളും വിട്ട് കളഞ്ഞെന്ന് വരാം. പക്ഷേ ഏകണ്ട ലൈവിൽ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. What are alloys? Name the important alloy which contains some of the lanthanide metal. Mention its use. ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ഇത് നിങ്ങളുടെ NCERT-യുടെ എൻഡിലുള്ള സാധനമാണ്. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ D&F-ലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. NCERT-യുടെ ഏറ്റവും എൻഡില് എന്തുണ്ട്? എക്സസൈസ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, അപ്പോ NCERT ബേസ്ഡ് ആണ് പ്യുവർലി. ഒന്നും പുറത്തുനിന്ന് ചോദിക്കുന്നില്ല. NCERT കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഫുൾ മാർക്ക് ഈസിയാണ്. അപ്പൊ മക്കൾക്ക് ഒരു വേ കിട്ടിയില്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. ഏത് രീതിയിലേക്ക് പോയാലാണ് നിങ്ങൾക്ക് ബയോളജി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ. PYQ-നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത PYQ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പ്രീവിയസ് ഇയറിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. NCERT ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനം കൂടിയുണ്ട്. ഇനി വെയിറ്റേജിന്റെ കാര്യം, ഫസ്റ്റ് ഇയർ വെയിറ്റേജ് നോക്കിയാൽ ഫസ്റ്റ് ഇയറിലെ വെയിറ്റേജ് എങ്ങനെയുണ്ട് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്ത? 20% വെയിറ്റേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 20% വെയിറ്റേജ് ആയിരുന്നു. അപ്പൊ അത് ചോദിച്ചോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ 2023 ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ് ഞങ്ങൾ നിങ്ങളെ കാണിച്ചിരുന്നു. സൊല്യൂഷനിൽ നിന്ന് 4 മാർക്ക്, ഇത്തവണയോ 4 മാർക്ക് തന്നെയാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ വർഷം 5, ഈ വർഷവും 5. നമ്മളെ പാറ്റേൺ ആണ് ഫോളോ ചെയ്ത്, നമ്മൾ പറഞ്ഞൊരു പാറ്റേൺ ആണ് കുട്ടി ഫോളോ ചെയ്തെങ്കിൽ അവന് ഫസ്റ്റ് ടേമിൽ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് ടൈം ടോപ്പിക് കൈനറ്റിക്സ് 2 D&F 4 D&F വരെയാണ് ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞത് 20% ചോദ്യങ്ങളായിരിക്കും വരിക, അതില്ലെങ്കിൽ പോലും ഫുൾ മാർക്ക് ഉറപ്പെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ 20% ചോദ്യങ്ങൾ തന്നെയാണ് ഈ വർഷവും വന്നിരിക്കുന്നത്. ഇനിയുള്ള എക്സാമുകൾക്കും നിങ്ങൾ അത് തന്നെ പ്രതീക്ഷിക്കുക. ചേഞ്ച് ചെയ്തിട്ട് പോലില്ല, അതേ മാർക്കാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഡിസംബർ എക്സാമിന് ഏറ്റവും കൂടിയ ചാപ്റ്റർ ആണ്, നന്നായിട്ട് പഠിക്കണം. ഒരു പക്ഷെ 2 ലൈവും മറ്റൊന്ന് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ എരീൻസ് 15 മാർക്ക് ഇത്തവണ വന്നു. കഴിഞ്ഞ വർഷം 11 മാർക്കായിരുന്നു. അതിൽ ആ 2 ചാപ്റ്ററിനാണ് ചെറിയൊരു വേരിയേഷൻ വന്നത്. എന്നാലും സെക്കൻഡ് ടേം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ തീർച്ചയായും. ആൽക്കോഹോൾ ഫിനോൾസ് 12 മാർക്കായി, ചെറുങ്ങനെ ഇതിൽ 16, ചെറിയൊരു വേരിയേഷൻ. ഈ ഒരു ക്രോസ് ആണ്, ഇങ്ങനൊരു ക്രോസ് ചെറുങ്ങനെ ഒന്ന് മാറി. ഏറ്റവും വെയിറ്റേജ് കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നത് കോർഡിനേഷനും ആൽഡിഹൈഡും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. 20% ആണ് ഫസ്റ്റ് ഇയറിൽ നിന്ന് വന്നത്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾ നന്നായിട്ട് ഈ ഒരു വേയിൽ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ. എനിക്ക് തോന്നുന്നു +1 +2 മാത്രമല്ല 8, 9, 10 ഒക്കെ പാറ്റേൺ ഒരുപാട് മാറുന്നുണ്ട്. A+കളുടെ എണ്ണം കുറച്ച് വളരെ നന്നായിട്ട് പഠിച്ചെഴുതുന്ന കുട്ടികൾക്ക് മാത്രം മാർക്ക് കിട്ടുന്ന രീതിയിൽ പാറ്റേൺ ചേഞ്ച്. ഓരോ കുട്ടിയും നല്ല വിജിലന്റ് ആയിട്ട് പഠിക്കുക. അതെ, എനിവേ നിങ്ങൾ NCERT ഓറിയന്റ് ചെയ്ത് പഠിക്കുക. ഇനി നമ്മുടെ മാരത്തോണുകളും ബയോളജി ഒക്കെ ആണെങ്കിലും NCERT ഓറിയന്റ് ചെയ്ത് തന്നെയാണ്. അപ്പൊ അത് കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുഞ്ഞുങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ലൈവിൽ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ പോസിറ്റീവ്. ഓരോ ലൈവിന്റെയും താഴത്തെ കമന്റുകൾ മക്കൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാകും. എനിവേ ഇനി വരുന്ന ലൈവുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യോ. കറക്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട്. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ബൈ ബൈ ഡിയേഴ്സ്.